രാം നാരായൺ രാം. നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് നാം എന്തിന് വന്നിരിക്കുന്നു, എവിടേക്കാണ് പോകാൻ പോകുന്നത്, നമ്മുടെ കടമ എന്താണ്. ഇതിൻ്റെ ഉത്തരം കിട്ടിയാൽ എല്ലാം എളുപ്പമാകും. വിഗ്രഹാരാധന ചെയ്യും, ഇത് ചെയ്യും, അത് ചെയ്യും എന്ന് പറഞ്ഞ് വെറുതെ ആരവമുണ്ടാക്കാം. എന്നാൽ ഈ ആചാരങ്ങളും കർമ്മരീതികളും എന്തിന് രൂപം കൊണ്ടത് എന്നത് നാം മനസ്സിലാക്കണം. ഐക്യം സ്ഥാപിക്കാൻ ശ്രമം നടന്നു. എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കണമെന്നത് ഉദ്ദേശിച്ചു. വ്യവസായ രംഗത്ത് പുരോഗതി നേടാൻ ശ്രമിച്ചു. പൂക്കളും പഴങ്ങളുമായി പരിചയം ലഭിക്കാനായി ശ്രമിച്ചു. ആ കാലത്ത് ആളുകൾ പലതരത്തിലുമുള്ള പഴങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നില്ലായിരുന്നു. രാജ്യം കാടുകളാൽ നിറഞ്ഞിരുന്നു. മരങ്ങളിൽ പഴങ്ങൾ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു മൂപ്പൻ ഒരിക്കൽ ഒരു പഴം കഴിച്ചു മരിച്ചു. എന്നാൽ ആ പഴത്തെക്കുറിച്ച് മകനോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ മകൻ ചിന്തിച്ചു, ഏത് മരത്തിൻ്റെ പഴം കഴിച്ചതിനാലാണ് അച്ഛൻ മരിച്ചത്. ഈ ഭയത്തിൻ്റെ തോതിൽ ആരും പഴങ്ങൾ കഴിക്കാൻ ശ്രമിച്ചില്ല. അന്നത്തെ കാലത്ത് ഇത്രയധികം ഗ്രന്ഥങ്ങളും ഇല്ലായിരുന്നു, പ്രാർത്ഥനകളും ഇല്ലായിരുന്നു. ചിന്താശേഷിയുള്ളവർ മനുഷ്യൻ്റെ ഭയം ഉപയോഗിച്ച് നിയമങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഈ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭീഭത്സമായ വിഗ്രഹങ്ങൾ രൂപം കൊണ്ടത്. എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടുന്ന ദൈവങ്ങളാണ് ഇവർ. ഇവരാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്. അതിനാൽ ഇവരെ സന്തുഷ്ടരാക്കുക. നിങ്ങൾ എല്ലാവരും വീടുകളിൽ ഒത്തുചേർന്ന് ജീവിക്കണം. ഈ പ്രവൃത്തികൾ പാപമാണ്, അവ ചെയ്യരുത്. ഈ ദേവതയ്ക്ക് ഈ പഴം അർപ്പിക്കുക, അവർക്കത് ഇഷ്ടമാണ്. ഈ രീതിയിലൂടെ ആളുകൾ പഴങ്ങൾ കഴിക്കാൻ പഠിച്ചു. വിവിധ ദേവതകൾക്ക് വ്യത്യസ്തമായ പഴങ്ങൾ അർപ്പിക്കാൻ തുടങ്ങി. ഇത് മൂലം ആ പഴങ്ങൾ വിപണിയിൽ വിൽക്കപ്പെട്ടു. ക്രമേണ വിഗ്രഹങ്ങളുടെ ആകൃതിയും രൂപവും ശാന്തമായി തുടങ്ങി. ഇത് സ്വപ്നമായിരിക്കാം, അല്ലെങ്കിൽ മനുഷ്യൻ സൃഷ്ടിച്ച കഥയായിരിക്കാം. എന്നാൽ എല്ലാ മനുഷ്യരെയും ഒന്നിക്കാനായി, ഒരേ സ്ഥലത്ത് കൂടിച്ചേർന്ന് കൈകൂപ്പി നമസ്കരിക്കാനായി ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടു. അതിലൂടെ മനുഷ്യർ കൈകൂപ്പി നമസ്കരിക്കാൻ, കൈകുലുക്കാൻ, കൈകൊട്ടാൻ പഠിച്ചു. അവരോട് പറഞ്ഞിരുന്നു, കേൾക്കുമ്പോൾ കൈകൊട്ടാം, പക്ഷേ ജോലി ചെയ്യുന്ന സമയത്ത് അല്ല.